ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ ഡ്രീം അമേരിക്ക. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സഞ്ചരിക്കുന്ന വീടാണ്. ഇതിനെ ഇവിടെ RV എന്നാണ് വിളിക്കുന്നത്. RV മീൻസ് റെക്രിയേഷണൽ വെഹിക്കിൾ. ഇത് ഞങ്ങളുടെ നെയ്ബർ അനയുടെ ഫാദറിൻ്റേതാണ്, മിസ്റ്റർ ബോബും വൈഫും കൂടെ ഏതാണ്ട് 1300 കിലോമീറ്ററുകളോളം ജോർജിയ എന്ന സംസ്ഥാനത്ത് നിന്നും ടെക്സസിലേക്ക് ഈ വണ്ടി ഓടിച്ച് വന്നിരിക്കുകയാണ് മോളെ കാണാനായിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ സീ ഇൻസൈഡ്. ഇത് കണ്ടോ, ഇവിടെ ഭയങ്കര സമ്മറാണ് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടൊക്കെ അവരിങ്ങനെ ഈ ഒരു സൺ പ്രൊട്ടക്റ്റഡ് സ്ക്രീൻ വെച്ച് മറച്ചിരിക്കുകയാണ്. കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ, ക്ലീൻ ആൻഡ് നീറ്റ്. എൻ്റെ ആൾ നമ്മളെ ബാത്റൂമൊക്കെ കാണിക്കുകയാണ്. കണ്ടോ, ഇത് സ്റ്റൈലല്ലേ, ഒരു സ്റ്റൈലൻ ബാത്റൂം. പിന്നെ വന്നിട്ട് ഒരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ഇവിടെ സുഖമായിട്ട് ഒരു 2 പേർക്ക് താമസിക്കാം. കാണുന്ന കുറേ കബോർഡ്സൊക്കെ ഉണ്ട്. ഇവരുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ ഇവരിതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ ഒരു സോഫ, അതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടോ ഈ 2 ലവ് സീറ്റ്. അതിൻ്റെ ആ ടേബിൾ താഴത്തേക്ക് ആക്കുമ്പോൾ തന്നെ ആക്കിയിട്ട് ആ ഒരു സീറ്റ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ മേളിൽ കാണുന്നത് ഒരു ബെഡാണ്. അത് താഴത്തേക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരാൾക്ക് അവിടെയും കിടക്കാം എന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ സോഫയിൽ ഒരാൾക്ക് കിടക്കാം. ഈ കാണുന്ന ഈ 2 സീറ്റ്സ് കണ്ടോ, അത് ഭയങ്കര ഒരു എന്ത് രസമല്ലേ, ഒരു സോഫ പോലത്തെ സീറ്റല്ലേ. ഇതിനകത്ത് ഇരുന്നിട്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ബാക്ക് പെയിൻ ഒന്നും ഇല്ലാതെ നല്ല സുന്ദരമായിട്ടൊന്ന് ഡ്രൈവ് ചെയ്യാം. ഇത് ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ്. കണ്ടോ, കോഫി മഗ് വയ്ക്കാനുള്ള സെറ്റപ്പുകളുമൊക്കെ അതിനകത്തുണ്ട്. ഒരു സ്ക്രീനുണ്ട്. പിന്നെ ഒരു ചെറിയ ഗ്യാസ് സിലിണ്ടർ അകത്തുണ്ട് കേട്ടോ. ഗ്യാസ് സിലിണ്ടർ വഴിയാണ് ഇവർക്ക് ഇതിനകത്ത് ഗ്യാസ് വരുന്നത്. ചെറിയ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ അവർ കുക്കിങ്ങും നടക്കും. ഇടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ ഈ ലവ് സീറ്റിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാം. പിന്നെ അവർ കാണിക്കുന്നത് അവരുടെ ഒരു ഫ്രിഡ്ജാണ് ഈ കാണിക്കുന്നത്. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, ബിയർ, ജ്യൂസ്, ഫ്രൂട്ട്സ് എല്ലാം. പിന്നെ ഈ കുറേ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ ഈ ഫ്രീസറിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്നതൊക്കെ അവർക്ക് ഈ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് അവർക്ക് കീപ്പ് ചെയ്ത് ചൂടാക്കിയിട്ട് അവർക്കത് കഴിക്കാവുന്നതാണ്. കണ്ടോ, എന്ത് ഭയങ്കര നല്ല മണമാണ് കേട്ടോ ഇതിനകത്ത്. ഈ അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോഴും നല്ല മണമാണ്. അപ്പോൾ ആളിപ്പോൾ നമ്മളെ കാണിക്കുന്നത് ഇതിനകത്ത് 3 TV ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഒരു TV അവരുടെ റൂമിലുണ്ട്. ഒരു TV നമ്മൾ നേരത്തെ കണ്ടു, ഈ ലവ് സീറ്റിൻ്റെ മേളിലായിട്ടൊരു TV ഉണ്ട്. നേരെ കാണുന്നത് ഒരു ചെറിയൊരു മിനി സ്ക്രീനാണ് കേട്ടോ. അതിനകത്ത് ഇവർ മാപ്പൊക്കെ ഇട്ടിട്ടാണ്, ആ മാപ്പ് നോക്കിയാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത്. 3ാമത്തെ TV പുറത്താണ്. കാരണം അമേരിക്കൻസ് അവർക്ക് ഭയങ്കര ഈ ബാർബിക്യൂവിൻ്റെ ആൾക്കാരാണ്. അവർ ഈ പുറത്തൊക്കെ ഇരുന്ന് ബാർബിക്യൂ ചെയ്ത് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാർബിക്യൂവിൻ്റെ ആ ഒരു സെറ്റപ്പ് നടക്കുമ്പോൾ കണ്ടോ, പുറത്തിരുന്ന് TV കണ്ട് അതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ പുറത്തും ഒരു TV വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആൾ കാണിക്കാൻ പോകുന്നത് ഈ താഴെ കാണുന്നത് കണ്ടോ, ഒത്തിരി സ്റ്റോറേജ് യൂണിറ്റ്സ് ആണ് ഈ താഴെ കാണുന്നതൊക്കെ. ഇതിനകത്ത് അവർക്ക് ആവശ്യമുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്നതൊക്കെ. ഇവർക്കൊരു മനോഹരമായിട്ടുള്ള പട്ടിക്കുട്ടിയുണ്ട് കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിക്കുട്ടി. അതും ഈ RVയിൽ ഇവരുടെ കൂടെ ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ ഈ പട്ടിക്കുട്ടിയും ഇവരുടെ കൂടെ പോവാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഇവർക്കുള്ള ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ, എക്സ്ട്രാ ഉള്ള ഡ്രസ്സിൻ്റെ ലഗേജുകൾ, ലാഡർ, പിന്നെ ഈ തുണിയൊക്കെ തേക്കുന്ന സ്റ്റാൻഡ്, ഫിഷിങ്ങിനുള്ള സാമഗ്രികൾ എല്ലാം ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്റ്റേറ്റിനും ഓരോരോ പേരുകൾ പറയും. അപ്പോൾ ഇവർ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. അതിന് പീച്ച്
സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ജോർജിയനെ, ഞാൻ താമസിക്കുന്നത് ടെക്സസിലാണ്. അപ്പോൾ ടെക്സസിനെ ലോൺസ്റ്റർ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടോ, ഈ കാണിക്കുന്നത് ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് സുവേജ്, സെപ്റ്റിക് ടാങ്കിൻ്റെയും കണക്ഷൻസാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നേരെ ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്യും. അതിൽ കൂടെയാണ് ഇവരുടെ സുവേജിൻ്റെ ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അപ്പോഴായിട്ടുള്ള വേസ്റ്റുകൾ അവർ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോവും. പിന്നെ ഇത് കണ്ടോ, ഈ എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗം ഇവർ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് ഉള്ളിലേക്കാവും, ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം. അപ്പം നമ്മൾ കാണുമ്പോൾ സാധാരണ ഒരു ബസ് പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കൊണ്ടാണ് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആൾ 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് മോളെ കാണാനായിട്ട്. ഇതിൻ്റെ വിലയൊക്കെ ഏതാണ്ട് ഇതിൻ്റെ മേടിക്കണം എന്നുള്ള ഒരു 1.5 കോടിക്ക് മേളിൽ വില വരുന്ന ഒരു ബസ്സാണ്, ഒരു RV ആണ് ഈ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ 1.5 കോടിയോളം. അപ്പോൾ ആൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ഇവിടെ 2 ആഴ്ചത്തേക്കാണ് പുള്ളി വന്നിരിക്കുന്നത് നമ്മുടെ ഈ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഒരു ആഴ്ചയിൽ $400, അതായത് നമ്മുടെ നാട്ടിലൊരു 35,000 രൂപയുടെ മേളിലാണ് ഇവിടുത്തെ റെൻറ്റ് പുള്ളി കൊടുക്കുന്നത്. പിന്നെ കണ്ടോ എന്തോരം, ഒരു 100 ലിറ്റർ പെട്രോള് നമുക്കിതിനകത്ത് അടിക്കാം കേട്ടോ. അതത്രയും സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഈ വണ്ടിക്കകത്തുണ്ട്. അതുപോലെ അപ്പോൾ നിങ്ങളീ കാണുന്നത് പല തരത്തിലുള്ള RVs ആണ്. ഒത്തിരി പേര് ഇവിടെ ഇങ്ങനെ പെർമനൻ്റ്ലി താമസിക്കുന്നവരുണ്ട്. ചിലർ ഒരാഴ്ചത്തേക്ക് 2 ദിവസത്തേക്ക് അങ്ങനെയൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ട്. പല വിലയുടെ RVs ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം തന്നെ ഈ ഒരു കോമ്പൗണ്ട് ഭയങ്കര സെക്യൂർഡ് ആൻഡ് സേഫായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ RVs ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ സെക്യൂർഡായിട്ട് അവരുടെ ഒരു കോഡുണ്ട്. ആ കോഡൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് എൻട്രി കിട്ടത്തുള്ളൂ. ബോബുള്ളത് കാരണം ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ അമേരിക്ക എന്ന് പറയുന്നത് 50 സംസ്ഥാനങ്ങളുള്ള ഒരു വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ റോഡുകളും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒത്തിരി വയസ്സായിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ ഈ എയർപോർട്ടിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ചെക്കിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അവർ ഓപ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ വണ്ടി എടുത്തിട്ട് അവർ കാനഡയിൽ പോവുക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുക, ഓൾ ഓവർ അമേരിക്ക ചുറ്റിക്കാണുക. അവരുടെ ലൈഫ് എങ്ങനെയാണ് അവർ കൂടുതലും എൻജോയ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്ത് നിന്നും മറ്റേ സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവർ എല്ലാം കുറേ കാലം അവരിങ്ങനെ സഞ്ചരിച്ച് നടന്നിട്ട് അവസാനം അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് അവർ ലൈഫ് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അമേരിക്കൻസ്. പിന്നെ സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.